ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മൾ പാടിയതുപോലെ ആമേൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അനേക കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ അനേക റീസൺസ് ഉണ്ട്. There are a lot of reasons to worship our God. There are a lot of reasons to be thankful in the presence of God. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. About 7, can you that be helpful for me? Because especially these days, amen. Praise. Let's നമുക്ക് നമ്മുടെ വേദപുസ്തകം ആമേൻ 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. The book of 1 Samuel, chapter 7, verse 12. Praise the Lord. Go ahead. Yeah, that's 12th verse. Then Samuel took a stone and set it up between Mizpah and Shen. He named it Ebenezer, saying, "Thus far has the Lord helped us." So the Philistines were subdued and did not invade Israelite territory again. Amen. Praise the Lord. So നമുക്ക് ഈ ഞായറാഴ്ച പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെതായ അവസാനത്തെ ഞായറാഴ്ച വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി പൽക്കാലം നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഈ വർഷം മുഴുവനും ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിപ്പാൻ കഴിഞ്ഞു എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയാണ്, എബനേസർ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. As we come to the last Sunday of this year, I want to talk to you about God's faithfulness through the word and what we call Ebenezer. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നതായ കാര്യം, വർഷങ്ങളോളം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേലിയർ ഒടുവിൽ അനുദപിച്ച് അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിനെ മാത്രം സേവിക്കുവാൻ തക്കവണ്ണം അവർ തൽപരരായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. What we see here are the Israelites who for years were idolaters who repented and have come back to God. അതോടൊപ്പം തന്നെ ഇവർക്ക് നിരന്തരമായി ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നതായ ഒരു കൂട്ടരാണ് ഫെലിസ്തർ എന്ന് പറയുന്നതായ കൂട്ടർ. And we also observe the Philistines who were constantly at enmity with the Israelites. അപ്പോൾ അവരെ ആക്രമിക്കുവാൻ തക്കവണ്ണം ശമൂവേൽ പ്രവാചകനിലേക്ക് കടന്നു വന്നിട്ട് പ്രാർത്ഥിക്കുവാനും ആ സഹായം തേടി കടന്നു വരുന്നതായ ഇസ്രായേൽ മക്കളെ നമുക്ക് അവിടെ കാണാൻ തക്കവണ്ണം കഴിയും. And we see these Israelites coming to the prophet Samuel as they prepare to war against the Philistines. അങ്ങനെ ശമൂവേലിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവർ പ്രാർത്ഥിക്കുവാനും ശമൂവേൽ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ നയിക്കുകയും അതുപോലെ അവരെ യാഗം അർപ്പിക്കുവാൻ തക്കവണ്ണം അവരെ പ്രോത്സാഹിപ്പിക്കുകയും യാഗം അർപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And we see Samuel, who is leading them, are encouraging them to bring the sacrifices to the Lord. അങ്ങനെ അവർ യാഗം കഴിച്ചുകൊണ്ടിരിക്കുന്നതായ മാത്രയിൽ തന്നെ നമുക്ക് അവിടെ കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്, ഫെലിസ്ത്യർ ആ സമയത്ത് അവരെ ആക്രമിക്കുവാൻ കടന്നു വരുന്നു. And we see here that as they were in the midst of the sacrifice, the Philistines were attacking them. ആമേൻ. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യഹോവയായ ദൈവം ശക്തമായ ഇടിമുഴക്കത്തോടുകൂടെ അവിടെ മധ്യത്തിൽ ഇടപെടുകയും ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഇസ്രായേലിന് നിർണായകമായ ഒരു വിജയം നൽകുന്നതും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. But we read here that God appears through a loud thunder and delivers Israelites. അപ്പോൾ ഈ വിടുതലിന് മറുപടിയായി ശമൂവേൽ ഒരു കല്ല് സ്ഥാപിക്കുകയും അതിന് എബനേസർ എന്ന് പേരിടുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. And we see Samuel in memory, in honor of that intervention, prepares a stone and calls it Ebenezer. അപ്പോൾ എബനേസർ എന്നുള്ളതായ ആ കല്ല് നാട്ടിയിട്ട് പറയുന്നതായ കാര്യം, അതിന്റെ അർത്ഥം ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്നുള്ളതാണ്. And as Samuel puts a stone and calls it Ebenezer, and meaning
the Lord has brought us this far. ഇന്ന് നാം ഈ വർഷത്തിൻ്റെതായ അവസാനത്തെ ഞായറാഴ്ച ദിവസം കടന്നു വന്നിരിക്കുമ്പോൾ, As we come to this very last Sunday of the year, എനിക്കും നിങ്ങൾക്കും പറയുവാൻ തക്കവണ്ണമുള്ളത്, പുറകോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും പറയുവാൻ തക്കവണ്ണമുള്ളത് ഇത് മാത്രമാണ്. ഇത്രത്തോളം നമ്മുടെ ദൈവം നമ്മെ സഹായിച്ചു. and you and I on this day can say only this, that the Lord has brought us this far. അപ്പോൾ ഈ വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് ഞാൻ ഇന്ന് പൽക്കാലം ആദ്യമായിട്ട് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായി വിഷയം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാ വെല്ലുവിളികളുടെയും മധ്യത്തിൽ ദൈവം നമ്മെ നടത്തി എന്നുള്ളതാണ്. And what I can tell you is that through all the challenges God has carried us. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ വെല്ലുവിളികൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. We go through a whole lot of challenges in our life. നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായി, വൈകാരികമായി, ആത്മീയമായി, അതുപോലെ ബന്ധപരമായിട്ടുള്ളതായ പല തരത്തിലുള്ളതായ ഹല്ലേലൂയ ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. We go through a lot of physical, emotional and spiritual challenges. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല എന്ന് നാം ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് കുലുങ്ങിപ്പോകുവാൻ തക്കവണ്ണം കർത്താവ് അനുവദിച്ചില്ല. As we've been meditating on the Psalms 55:22, the Lord, he will cast your burden upon him and he will sustain you. The righteous will not be shaken. അവൻ ഇവിടെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എന്റെയും നിങ്ങളുടെയും മരുഭൂമി യാത്രയിൽ ഓരോ ദിവസവും ആവശ്യമായിരിക്കുന്നതായ ഡെയിലി പ്രൊവിഷൻ, ഓരോ ദിവസവും ആവശ്യമായിരിക്കുന്നതായ നന്മ കർത്താവ് അതത് സമയത്ത് തന്നെ നൽകിക്കൊണ്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും. We see that God is constantly providing for our daily provisions. ആമേൻ, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, അവർ എത്ര വർഷം മരുഭൂമിയിലായിരുന്നുവോ അത്രയും വർഷം അവർക്ക് മന്ന കൊടുത്ത്, അത്രയും വർഷം കാട ഭക്ഷിക്കുവാൻ, അത്രയും വർഷം ദൈവമായ കർത്താവിന്റെ സംരക്ഷണവും വെള്ളവും ഒക്കെയും കുടിക്കുവാൻ തക്കവണ്ണം കൊടുത്തതുപോലെ നമ്മുടെ കർത്താവ് നമ്മുടെ അർഹത നോക്കിയിട്ടല്ല, ഹല്ലേലൂയ, ദൈവമായ കർത്താവിന്റെ കരുണ മുഖാന്തരം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർത്ത് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Oh, may we give praise God for his mercy and his enduring mercy, just as he sustained the Israelites through the years in the desert, through providing them through manna and the quail every day through the many years. പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ളതായ റോഡ് വഴി വളരെ കഠിനമാണെന്ന് തോന്നിയതായ വേളയിലും, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിൻ്റെതായ കരുതൽ നമ്മെ താങ്ങി, ഹല്ലേലൂയ, വേണ്ടുന്നതായ കൃപ നൽകി തന്ന് നമ്മെ നടത്തി ഓരോ ദിവസവും ഇവിടം വരെ കൊണ്ടുവന്നതോർത്ത് നമുക്ക് നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Oh, even when the journey looked difficult, his mercy sustained us and he's carried us through. ആമേൻ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ, മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് മാനസികമായി തകർന്നു പോയ സമയമുണ്ട്. ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ആ സമയങ്ങളിലെല്ലാം, ഹല്ലേലൂയ, താണു പോകാതെ, പതറിപ്പോകാതെ ദൈവകൃപയിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ കരുതലോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Can we give thanks to a God when we came to hopeless end? He let you, he kept you from falling apart and he sustained you. ആമേൻ. ഇവിടെ നമ്മൾ പറയുന്നത് പോലെ, ഹല്ലേലൂയ, പലപ്പോഴും, ഹല്ലേലൂയ, താങ്ങുവാൻ കഴിയില്ല എന്ന് പറഞ്ഞതായ വേളയിൽ ജീവിതത്തിൻ്റെതായ അതിരുകളൊക്കെയും കടന്നു പോകുന്നു, അതിരൊക്കെയും വിട്ടുപോകുന്നു, ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് വീക്കായിരിക്കുന്നതായ സമയത്ത് ക്ഷീണിച്ച് കുഴപ്പിപ്പോയതായ വേളയിൽ, ഹല്ലേലൂയ, മകനെ മകളെ എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, താങ്ങി നിർത്തിയ ദൈവത്തിന്റെ കൃപ ഓർത്ത് നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Oh, when we could not stand, when we were falling apart, he sustained us. Can we thank this God? ആമേൻ, ഹല്ലേലൂയ. അതിന് ഉദാഹരണമായിട്ട് എനിക്ക് എടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഏലിയാവിന്റെ ജീവിതമാണ്. ഏലിയാവ് കർമ്മേലിന്റെ മുകളിൽ നിന്നുകൊണ്ട്, ആമേൻ, കർത്താവിൻ്റെതായ വചനം
അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ മഹത്വം വെളിപ്പെടുത്തി. പക്ഷെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ളതായ നിലയിൽ അതായത് കുഴഞ്ഞുപോയി. And we can take the life of Elijah. He drew the glory of God, but as a human, he was worried and broken. അവൻ നിരുത്സാഹനായിട്ട് വളരെ തകർന്നവനായിട്ട് കർത്താവിനോട് പറയാണ്, കർത്താവേ എൻ്റെ ജീവൻ അങ്ങ് എടുത്താൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് താൻ കടന്നു വരുന്നത് കാണാൻ കഴിയും. We see he was pushed to a place where he was so dejected and disappointed. He asked God, take my life. എന്നാൽ ആ സമയത്ത് കർത്താവിന്റെ ജീവൻ എടുക്കുകയല്ല ചെയ്തത്. ദൈവമായ കർത്താവ് ദൂതനെ അയച്ച് അവന്റെ അപ്പവും വെള്ളവും കൊടുക്കുകയായിരുന്നു ചെയ്തത്. But at that time God did not take his life, but he sent an angel with the provisions. ഇതുപോലെ നാം നിരാശയുടെ മുമ്പിൽ കടന്നു വന്നതായ വേള നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഹല്ലേലൂയ പലരുടെയും ജീവിതത്തിൽ കണ്ടേക്കാം. എന്നാൽ ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ മറുപടിയല്ല കർത്താവ് തന്നത്. നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാനുള്ള അപ്പവും വെള്ളവും കൊണ്ടുവന്ന് നമ്മെ പോഷിപ്പിച്ച, നമ്മെ ഇതുവരെയും കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let us thank God because we went through similar desperate times, but God did not answer the prayer the way you wanted, but he provided a way out and he took you in a wonderful way forward. അവൻ ദൈവത്തിൻ്റെതായ മാറ്റമില്ലാത്ത കൃപയ്ക്കായി നമുക്ക് നമ്മുടെ ദൈവത്തിന് സ്തുതി ചെയ്യുവാൻ കഴിയുമോ? Oh, can we thank God for his unchanging mercy? ആമേൻ, ഹല്ലേലൂയ. അവൻ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Oh, let's thank God because his strength is made perfect in your weakness. ആമേൻ. രണ്ടാമത് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ, God has protected us from the enemy. ദൈവം നമ്മെ ശത്രുവിൽ നിന്ന് രക്ഷിച്ചു. Oh, second thing is he has protected you from the enemy. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നതായ സാരം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, കഴിഞ്ഞ വർഷം നാം കണ്ടവരും കാണാത്തതുമായ എത്രയോ അപകടങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിച്ചത്. Oh, we have seen so many accidents, even the ones we beknownst to us. ആമേൻ, ഹല്ലേലൂയ. രോഗങ്ങളായാലും അപകടങ്ങളായാലും നമ്മൾ കണ്ടതുണ്ട്, കാണാത്തതുണ്ട്, നമ്മൾ അറിയാത്തതുണ്ട്, നമ്മൾ അതിനകത്ത് അകപ്പെടാമായിരുന്നു. എന്നാൽ ഞാനും നിങ്ങളും അതിനകത്ത് അകപ്പെടാതെ വണ്ണം നമ്മെ രക്ഷിച്ച് നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപയെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ സുരക്ഷയെ ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. There could have been sickness and accidents and dangers that you could have been in, but God has delivered you. Amen. ആമേൻ, ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത് പ്രത്യേകിച്ച് 54 അധ്യായം, അവന് യെശയ്യാ പ്രവചനം 54 അധ്യായം അതിന്റെ 17 വാക്യം ഒന്ന് വായിക്കാം. Isaiah 54 verse 17. ആമേൻ. ആ ആ Amen. Praise the Lord. No weapon forged against you will prevail, and you will refute every tongue that accuses you. This is a heritage of the servants of this Lord, and this is the vindication from me, declares the Lord. Amen. അവിടെ എനിക്ക് എടുത്ത് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു വിഷയം എന്നത് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ, നിങ്ങൾ അറിയാതെ, എനിക്ക് വിരോധമായി, നിങ്ങൾക്ക് വിരോധമായി ശത്രു ഒരുക്കിയതായ അനേക ആയുധങ്ങളുണ്ടായിരുന്നു. I want to tell you this. Last year there were weapons formed against you by the enemy that you and I were not aware of. Amen. Hallelujah. Amen. ഞാൻ കടന്നു പോകുന്നിടത്ത്, നിങ്ങൾ കടന്നു പോയിടത്ത്, ഹല്ലേലൂയ, നമ്മളായിരുന്നതായ സ്ഥലങ്ങളിൽ, ഹല്ലേലൂയ, വർക്ക് പ്ലേസിൽ, മാളിൽ, ഹല്ലേലൂയ, അപകടങ്ങൾ സംഭവിക്കാമായിരുന്നു, ഭവനത്തിൽ സംഭവിക്കാമായിരുന്നു. എന്നാൽ ദൈവമായ കർത്താവ് എനിക്ക് വിപരീതമായി, നിങ്ങൾക്ക് വിപരീതമായി ഉണ്ടായ ഒരു ആയുധങ്ങളും ശത്രുവിന്റെ ഒരു കണികളിലും അകപ്പെടാതെ വണ്ണം വിരോധമായി കടന്നു വന്നതിനെ എല്ലാം ദൂരീകരിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. Let us give praise to God. He has kept you away from all the dangers that could have happened to you. ആമേൻ. നമ്മൾ 121 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 121 സങ്കീർത്തനം 7ഉം 8ഉം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ ഒരു ദോഷവും തട്ടാതെ
തക്കവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ആ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഇതേ നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദോഷവും തട്ടാതെ വണ്ണം കർത്താവ് പരിപാലിച്ചു എന്നതിൻ്റെതായ തെളിവാണ് ഇന്ന് നാം ഒരുമിച്ച് ഈ സാങ്ച്വറിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. Just as we read in 121:7 and 8, the Lord will keep you from all harm. He will watch over your life. The Lord will watch over your coming and going, now and forevermore. And in the same way, He has kept you and I and watched over us. എനിക്ക് എതിരായി നിങ്ങൾക്കെതിരായി ശത്രു പലതരത്തിലുള്ളതായ ഭീഷണികൾ മുഴക്കിയ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടേക്കാം. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ ഔദ്യോഗിക മണ്ഡലങ്ങളിലൊക്കെയും കണ്ടേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഓർക്കുവാൻ തക്കവണ്ണമുള്ളതായി വിഷയം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ മധ്യത്തിൽ ദൈവമായ കർത്താവ് ഹല്ലേലൂയ നമ്മെ സൂക്ഷിച്ചു എന്നുള്ളതാണ്. In your workplace, in your family life, in no matter where, enemy has been fashioning the weapons against you, but God has protected you and kept you safe through all of it. Amen. അതുപോലെ തന്നെ ഹല്ലേലൂയ ഞാൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ സ്പിരിച്വൽ ബാറ്റിൽസ് ഹല്ലേലൂയ ഞാൻ കാണാതെ നിങ്ങൾ അറിയാതെ ഹല്ലേലൂയ എലീശയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ രാജാവ് പടയാളികളെ അയക്കുമ്പോൾ തന്റെ അത് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ലായിരുന്നു. You can look at the life of Elisha. The king was sending the armies against him. It was not known to Elisha. എന്നാൽ അവന്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി അവരോടൊപ്പം അവരോടൊപ്പം ഉള്ളതിനേക്കാൾ കൂടുതൽ തങ്ങളോടൊപ്പം ഉണ്ടെന്ന് അവന് മനസ്സിലായി. But he soon realized when his eyes were opened that there were more supporters with him than those against him. എന്നപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ സ്പിരിച്വൽ ബാറ്റിൽ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് നീങ്ങിപ്പോയ മാറിപ്പോയ എത്രയോ അപകടങ്ങൾ എന്നിലും നിങ്ങളിലും കടന്നു വരാമായിരുന്നു. എന്നാൽ കർത്താവ് സൂക്ഷിച്ചു. But God has kept you safe from all the dangers in your that is formed against you because of the prayers that you went through. ഇത്രത്തോളം കൊണ്ടുവന്ന നമ്മുടെ ദൈവത്തിന് ഹല്ലേലൂയ നമുക്ക് ഒരു കല്ലെടുത്ത് നാട്ടണ്ടേ. The Lord has carried us so far. Can we dedicate a stone? നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എബനേസർ എന്ന് പറഞ്ഞു ദൈവത്തെ സ്തുതിക്കണ്ടേ. How should we praise such a God? ഹല്ലേലൂയ ഇന്ന് പൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം വകയുണ്ട്. ഹല്ലേലൂയ നമ്മുടെ കർത്താവ് എബനേസറായി ഇതുവരെയും നമ്മെ നടത്തി. There is a reason to worship this God because He led us as an Ebenezer. Amen. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് God has provided all our needs. ഹല്ലേലൂയ ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നൽകി തന്നു. Next we see that God has provided all our needs. Amen. ഹല്ലേലൂയ അത് ശാരീരികമാണെങ്കിലും whether it is physical, amen, വൈകാരികമാണെങ്കിലും whether it is emotional, hallelujah, spiritual ആണെങ്കിലും or spiritual, എല്ലാ തലങ്ങളിലും ദൈവമായ കർത്താവിൻ്റെതായ പ്രത്യേകമായ കരുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. And we would have experienced God's hand upon all of it. പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങൾ അതുപോലെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ദൈവമാണ് നമ്മുടെ ദാതാവാണെന്ന് ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. We go through life through unfamiliar circumstances, uncertainties, but God is through it. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. We read in the book of Philippians this way. അതിന്റെ 4:19 In chapter 4 verse 10. നമുക്ക് വളരെ പരിചയമുള്ളതായ ഒരു വേദഭാഗമാണല്ലോ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. Praise the Lord. I rejoice greatly in the Lord that 4:19, I'm sorry. Okay. And my God shall supply all the needs according to His riches in glory.
ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പ്രൈസ് ദി ലോർഡ് മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ ആമേൻ എങ്ങനെയാ തീർത്തു തന്നത്? പൂർണ്ണമായി തീർത്തു തന്നു. And my God will meet all your needs according to his glorious riches in Christ Jesus. ആമേൻ. ഈ കരുതൽ എന്ന് പറയപ്പെടുന്നത് സാമ്പത്തികമായ കരുതൽ മാത്രമല്ലായിരുന്നു. This is not just about the wealth. ഹല്ലേലൂയ. ഈ കരുതൽ ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിലും ആവശ്യമായിരിക്കുന്നതായ ഹല്ലേലൂയ ആമേൻ കരുതൽ കർത്താവ് നമുക്ക് നൽകി തന്നു. This is about your spiritual well-being that God has provided for. ഹല്ലേലൂയ. നമ്മൾ അറിയുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ പ്രത്യേകിച്ച് സാറാഫാത്തിലെ വിധവയുടേതായ കലത്തിലെ മാവ് കുറയാതെ ഭരണിയിലെ എണ്ണ കുറയാതെ വറ്റിപ്പോകാതെ വണ്ണം സൂക്ഷിച്ചതുപോലെ കഴിഞ്ഞൊരു വർഷക്കാലം ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നതായ ഹല്ലേലൂയ സാമ്പത്തികമായ നന്മകൾ, ആഹാരം, ഹല്ലേലൂയ അതുപോലെ വസ്ത്രം, പാർപ്പിടം ഇതൊക്കെ നൽകി തന്ന് നടത്തിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Oh, like the widow Zarephath, whose barn with flour and oil, it never ran dry. In the same way, God has provided for you right till today. Can we give glory to such a God? ആമേൻ. ദൈവമാണ് ഹല്ലേലൂയ കലത്തിൽ പ്രവർത്തിച്ചെങ്കിൽ, ഹല്ലേലൂയ ദൈവമാണ് ആമേൻ എണ്ണ ഇരിക്കുന്നതായ ഭരണിയിൽ പ്രവർത്തിച്ചതെങ്കിൽ ആമേൻ ആ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരിക്കലും വറ്റിപ്പോകാത്ത ഹല്ലേലൂയ ഉറവയായിരിക്കും. If God worked in that barn and kept the oil from drying out, it is the same God who is a wellspring that never dries. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നതായ സാരം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് ഹല്ലേലൂയ നമ്മുടെ സാമ്പത്തികമായ ഹല്ലേലൂയ അവസ്ഥകളിൽ, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളിൽ, നമ്മുടെ ആത്മീയമായ ആവശ്യങ്ങളിൽ, ഹല്ലേലൂയ നമ്മുടെ ഇമോഷണൽ ആവശ്യങ്ങളിൽ എല്ലാം ദൈവകൃപ കർത്താവ് നൽകി നടത്തിയ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നമുക്ക് നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Can we give praise to our God who through your emotional, financial, physical, relational needs he sustained you? ആമേൻ. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് God has strengthened us in our weakness. God is നമ്മുടെ ബലഹീനതയിൽ നമ്മെ ശക്തിപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ചാണ്. I want to talk to you about the God who strengthened us in our weakness. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രത്യേകിച്ച് ഓർക്കുവാൻ തക്കവണ്ണമുള്ളതായ വിഷയം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് ചിന്തിച്ച സമയമുണ്ട്. There are times we think that we just cannot go forward. എന്നാൽ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്ന ഇങ്ങനെയാണ്. But the word of God reminds us. നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 29-ഉം 31-ഉം വാക്യം വായിക്കാം. Isaiah chapter 29 verses 30 and 31. ആമേൻ. ആ ആ ആ ആമേൻ. അവിടെ പറയാം. വായിച്ചോ 40:29. ആമേൻ. മതി. ആമേൻ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ വായിച്ചത് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ, ഹല്ലേലൂയ. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവകൃപയാൽ നമുക്ക് ദൈവത്തെ കാത്തിരുന്നത് കൊണ്ട് കഴിഞ്ഞൊരു വർഷം നാം ദൈവകൃപയാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത് കൊണ്ട് കഴിഞ്ഞൊരു വർഷം നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നാം ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് ഹല്ലേലൂയ പലരും തളർന്നു പോയ വേളയിലും ഹല്ലേലൂയ നമുക്ക് ഇവിടം വരെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. And last year, through our prayers, through our worship, many times we could have been weak, but yet God has sustained us and carried us this far. ആമേൻ. ദൈവമേ, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ബലഹീനതയുടേതായ ആമേൻ ക്ഷീണത്തിൻ്റെതായ അവസ്ഥകളുണ്ടല്ലോ, അതെല്ലാം ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്നതായ അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. I want you
need to understand, when you go through weakness, when you go through weariness, those are opportunities for God to do His wonders. ദൈവജനമേ ഹല്ലേലൂയ അതാണ് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിനോട് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് പറഞ്ഞത്. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. That is why he said to Paul, my strength is enough in your weakness. My strength is made perfect in your weakness. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ ബലഹീനത വന്നപ്പോൾ, നാം ക്ഷീണിതരായപ്പോൾ, നാം രോഗികളായപ്പോൾ, ഹല്ലേലൂയ ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് നിരാശപ്പെട്ട വേളയിൽ അപ്പോൾ ഒക്കെയും ഹല്ലേലൂയ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ഹല്ലേലൂയ മകനെ മകളെ എന്ന് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ദൈവത്തിൻ്റെതായ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരു കല്ലെടുത്ത് നാട്ടിയിട്ട് പറയേ, എബനേസർ എബനേസർ എബനേസർ. ഹല്ലേലൂയ. So last year many times in your sickness, and he came and he said, my grace is sufficient for you, and that God has brought us here. Can we dedicate a stone to him and say, Ebenezer, Ebenezer, Ebenezer? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ ഹല്ലേലൂയ നമ്മെ ആക്രമിക്കുന്ന ഹല്ലേലൂയ നമ്മെ കീഴടക്കുന്ന തരത്തിലുള്ളതായ ഹല്ലേലൂയ ജയന്റ്സ് ആണ്, മല്ലന്മാരാണ് പലപ്പോഴും എന്നെയും നിങ്ങളെയും ഒന്ന് ആക്രമിക്കുവാൻ വന്നത്. Oh, many times it was giants that came to attack us. ഹല്ലേലൂയ. അത് എന്നെക്കാളും നിങ്ങളെക്കാൾ കഴിവുള്ളവരായിരിക്കാം. They may be more capable than you and I. അവൻ ഗോലിയാത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായല്ലോ. അവൻ ദാവീദ് ഗോലിയാത്തിന്റെ അടുക്കലേക്ക് കടന്നു എന്നതായ വേളയിൽ ഹല്ലേലൂയ അവൻ ഗോലിയാത്തിനെ അല്ല കണ്ടത്, അവനിലുള്ളതായ ദൈവികമായ അഭിഷേകം അതിലും വലുതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അത് കീഴടക്കുവാൻ അവന് കഴിഞ്ഞു. When David faced Goliath, he did not see the huge man, he saw a greater mercy of God, and he was able to bring him down. അതുപോലെ നമ്മുടെ ജീവിതം നമ്മുടെ സ്വന്തം കഴിവല്ല നമ്മൾ ഇതുവരെയും കൊണ്ടുവന്നത്. നമ്മുടെ ഗോലിയാത്തന്മാരെ അവൻ കീഴടക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ സ്വന്തം ശക്തിയല്ല, ദൈവമായ കർത്താവ് കൃപ തന്നത് കൊണ്ടാണ്. ഇന്ന് പൽക്കാലം നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. It is not our strength that brought down the Goliaths in our life, but it is the grace of God that we survived. ആമേൻ. അടുത്തതായിട്ട് നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണമുള്ളത്, God has given us hope for the future. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ചുള്ളതായ പ്രത്യാശ കർത്താവ് നൽകിയിരിക്കുകയാണ്. God has given us a hope for the future. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഭാവിയെ കുറിച്ച് ഒരു നല്ല പ്രത്യാശയാണ്, നല്ല ഭാവിയെ കുറിച്ചാണ് നമുക്ക് തന്നിരിക്കുന്നതായ പ്രത്യാശ. Now God has given us a hope for a wonderful future. ആമേൻ. ഈ വർഷത്തിൻ്റെതായ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയെ ഓർത്ത് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. As we come to these last days, let us thank God for the hope He's given us. യെരമ്യാ പ്രവചനം 29-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെ പരിചയമുള്ള ഒരു വേദഭാഗമുണ്ടല്ലോ, 11-ാമത്തെ വാക്യം. Jeremiah chapter 29 verse 11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. For I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you hope and a future. അപ്പോൾ നമുക്ക് ഒരു നല്ല പ്രത്യാശയുണ്ട്. We have a wonderful hope. അവൻ ഇതുവരെയും നമ്മെ കൊണ്ടുവന്ന നമ്മുടെ ദൈവം, God who's brought us this far, ഇതുവരെയും നമ്മെ സഹായിച്ച നമ്മുടെ ദൈവം, a God who's helped us this far, അവൻ ഇനിയും നടത്തുവാൻ തക്കവണ്ണം ശക്തനാണ്. He is capable to lead you even further. അവൻ ആ പ്രത്യാശയാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കുരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്ത് കടക്കുന്നതുമാകുന്നു. We read in Hebrews chapter 6 verse 19,
we have this hope as an anchor for the soul, firm and secure. It enters the inner sanctuary behind the curtain. ആമേൻ. ആ പ്രത്യാശയാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. That is the hope is given us. അത് തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് കടന്നു പോകുന്നതാണ്. It goes beyond the sanctuary. അവൻ നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഹല്ലേലൂയ അതിനെ തികയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് ശക്തനാണ്. He who began the good work in you is faithful to complete it. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആമേൻ നോഹയെക്കുറിച്ച് വായിക്കുമ്പോൾ പ്രളയത്തിന് ശേഷം ഹല്ലേലൂയ ആമേൻ ഒരു മഴവില്ല് എന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. Look at the life of Noah. We see the rainbow after the floods. ആ മഴവില്ല് എടുത്ത് അറിയിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യാശയുടേതായ ഒരു ചിഹ്നമായിട്ടാണ്. Oh, the rainbow is the symbol of hope. ആമേൻ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമേ, എനിക്കും നിങ്ങൾക്കും ആ പ്രത്യാശയായിരിക്കുന്ന മഴവില്ല് ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ ആ കൃപയുടേതായ മഴവില്ല് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളായിരിക്കുന്നതായ മഴവില്ല് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ, കേൾക്കുവാൻ, അറിയുവാൻ, അനുഭവിപ്പാൻ കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. Thank God for the grace He's given us to know and expect and hope for such symbols of promise and hope in our lives. ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ let's raise our Ebenezer stone. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ആ നാഴിക കല്ലുകൾ ഹല്ലേലൂയ എബനേസർ എന്ന് പറയപ്പെടുന്നതായ ആ കല്ല് നാട്ടുവാനുള്ളതായ സമയമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ നാം അത്യുച്ചത്തിൽ സ്തുതിക്കേണ്ടവരാണ്. Oh, it is time for us to give glory to God and raise the stone of Ebenezer. ആമേൻ. നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയട്ടെ, ഇതുവരെ യഹോവ ഞങ്ങളെ സഹായിച്ചു. May we be able to say, God has saved us this far. എന്റെ മിടുക്കല്ല, It is not my strength. എന്റെ കഴിവല്ല, It is not my talent. അവർ എന്റേതായ പ്രത്യേകതകൾ ഒന്നുമല്ല, Not my speciality. അവർ എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ ആയിരിക്കുന്നു. Oh, it is only because He has brought me. അവർ എന്റെ ദൈവം എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രം ഞാൻ നിൽക്കുന്നു. I am standing because He strengthened me. അവർ എന്റെ ദൈവം എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രം ഞാൻ ജീവിക്കുന്നു. Oh, I am alive because He sustained me. അവർ ഞാൻ നിൽക്കുന്നത്, ഇരിക്കുന്നത്, പ്രവർത്തിക്കുന്നതെല്ലാം ദൈവം സഹായിച്ചത് കൊണ്ട് മാത്രം. I walk and move and live because He helped me. അതുകൊണ്ട് സർവമഹത്വം ദൈവത്തിന്. ഹല്ലേലൂയ. എന്റെ എബനേസർ കല്ല് ഇന്ന് പൽക്കാലം ഞാൻ ഇവിടെ നാട്ടുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let us give glory to God and say, I raise my Ebenezer stone. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് സർവമാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും കൊടുത്ത് നമ്മുടെ ജീവിതത്തെ നയിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ളതായ സമയം ആമേൻ നമുക്ക് ഇംഗ്ലീഷ് പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. Go ahead, please.